കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. നമ്മളിന്ന് ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിക്കുണ്ടായ ഒരു അനുഭവം, ഒരു കുഞ്ഞു മനസ്സിലുണ്ടായിട്ടുള്ള ചെറിയ ഒരു അനുഭവമാണ്. ആ കുഞ്ഞിന്ന് വലിയ കുട്ടിയൊക്കെ ആയി. 2004 സംഭവം നടക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ കുട്ടി ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഉണ്ണിക്കണ്ണനായിട്ട് ഒരുങ്ങിങ്ങനെ നടക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഘോഷയാത്രയ്ക്കൊക്കെ ഉള്ളത് ഒരുക്കാറുള്ളത്. ഏകദേശം ഒരു 10 വർഷത്തോളം അവരുടെ വീട്ടിൽ തന്നെയാണ് ഈ കൃഷ്ണൻ്റെ എല്ലാ വേഷങ്ങളും കിട്ടുന്നതും ഉണ്ണിക്കണ്ണന്മാരെ ഒരുക്കുന്നതും എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അവൾ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഉണ്ണിക്കണ്ണനായിട്ട് വേഷം കെട്ടുന്നുണ്ട്. വീടിൽ നിന്നും ഏകദേശം ഒരുപാട് അകലെയായിട്ടുള്ള അമ്പലത്തിൽ വെച്ചിട്ടാണ് ഘോഷയാത്ര അവസാനിക്കാറുള്ളത്. അത്രയും ദൂരം കുഞ്ഞിലേ ആ കുട്ടി നടന്ന് പരിശീലിച്ചിരുന്നു. സന്തോഷം എന്താ വെച്ചാൽ ഇതെല്ലാം ഒരുങ്ങി നടക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ വളരെ സന്തോഷവതിയായിട്ടാണ് അതിനൊക്കെ നിന്നിരുന്നത്. പക്ഷേ ആ കുഞ്ഞു മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യമെങ്കിലും ശ്രീകൃഷ്ണ ജയന്തിക്ക് ആ സ്റ്റിൽ മോഡലിലൊന്ന് കയറണം, അവിടെ വണ്ടിയിലൊന്ന് കയറി 4 ആൾ കാണുന്ന രീതിയിൽ ആ ഘോഷയാത്രയിൽ ഒന്ന് ഞെളിഞ്ഞ് നിൽക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ആ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നു. അവളുടെ ആഗ്രഹം അവളുടെ അച്ചമ്മയ്ക്ക് അറിയാവുന്നു. അങ്ങനെ ഈ സംഘാടകരെ കുട്ടികളെയൊക്കെ ഒരുക്കുന്ന സമയത്ത് അച്ചമ്മ പറഞ്ഞു, എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ കുട്ടികളെ ഒരുക്കാറുള്ളത്. എൻ്റെ പേരക്കുഞ്ഞിനെ ഇപ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റേജ് ഉണ്ടല്ലോ, നിങ്ങളുടെ വണ്ടി, അതിൽ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കയറ്റണം. എല്ലാ പ്രാവശ്യവും എൻ്റെ കുഞ്ഞ് നടന്നാണ് പോകുന്നത്, അതിനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതിന് ഇപ്രാവശ്യമെങ്കിലും കയറ്റണം. അതാണെങ്കിൽ ഇപ്പോൾ വലിയ കുട്ടിയാവാറുമായി. ഈ വർഷം കൂടി അതിന് ഉണ്ണിക്കണ്ണനായിട്ടോ വേഷം കെട്ടാൻ പറ്റുള്ളൂ. അടുത്ത വർഷം മുതൽ ഗോപികയോ മറ്റെന്തെങ്കിലുമൊക്കെ കെട്ടേണ്ടി വരും. അപ്പോഴേക്കും കുട്ടികൾ വലുതായില്ല. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആ വണ്ടിയിലൊന്ന് കയറ്റണമെന്ന് അവളുടെ അച്ചമ്മ പറയാണ്. സത്യം പറഞ്ഞാൽ സംഘാടകർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ നേരത്തെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി കൊച്ചിനെ ഉണ്ണിക്കണ്ണനായിട്ട് ഒരുക്കി നിർത്തിയിരുന്നു ഇതിൽ കയറ്റാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന കുട്ടിക്കാണെങ്കിൽ ഇവർ വിചാരിക്കുന്ന സൗന്ദര്യമൊന്നുമില്ല. മെലിഞ്ഞൊരു കുട്ടിയാണ്, തടിയൊന്നുമില്ല, കാണാനൊരു തേജസ്സോ ഓജസ്സോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ കുഞ്ഞിനെ കയറ്റാൻ. പക്ഷേ അച്ചമ്മ ഒരു കർക്കശക്കാരിയായിരുന്നു. ആ കർക്കശക്കാരിയായ അച്ചമ്മയോട് എതിർത്തൊന്നും അവർക്ക് പറയാനും പറ്റില്ല. ഏതായാലും അച്ചമ്മയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ പറയാണ്, ഞങ്ങൾ നേരത്തെ ഒരു കുട്ടിയെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പക്ഷേ ഇവളെ ഞങ്ങൾ കയറ്റാം, അവളെ ഞങ്ങൾ കയറ്റിക്കോളാം, പകുതി ഇവൾ കയറട്ടെ, അതിനുശേഷം ആ കുഞ്ഞു കയറും എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയെ ഒരുവിധം അവർ സമാധാനിപ്പിച്ചു. അങ്ങനെ അവർ വിചാരിച്ചത് ഈ കുഞ്ഞിനെ ആ വീടിൻ്റെ പരിസരത്തുള്ള ഭാഗത്ത് ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിനെ തൽക്കാലം ഒന്ന് കയറ്റിയിട്ട് ടൗണിലേക്ക് അങ്ങാടിയിലേക്കൊക്കെ എത്തുമ്പോൾ അവർ നേരത്തെ ഫിക്സ് ചെയ്ത കുഞ്ഞിനെ വണ്ടിയിൽ കയറ്റാമെന്നാണ് വിചാരിച്ചിരുന്നത്. താമരക്കണ്ണനായിട്ടാണ് കേട്ടോ അവിടെ സ്റ്റീൽ മോഡൽ ഉണ്ടായിരുന്നത്, താമരക്കണ്ണനായിട്ടാണ്. അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ നല്ല ഒരുക്കിയൊക്കെ ചെയ്തു, സുന്ദരനാക്കി. പക്ഷേ ഇവർ വിചാരിച്ചത് നേരത്തെ ഒരുക്കി വെച്ച കുഞ്ഞിനെ തന്നെ ടൗണിലെത്തുമ്പോൾ മാറ്റി കയറ്റാമെന്നൊക്കെയാണ്. ഇവൾ ഭയങ്കര സന്തോഷത്തിലാണ്. തൻ്റെ കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു, ഇപ്രാവശ്യം ഞാനാണ് വണ്ടിയിൽ കയറാൻ പോണത്, നിങ്ങളൊക്കെ കണ്ടോ എന്നെ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ ഓടക്കയിലൊക്കെ പിടിച്ചിട്ട് വണ്ടിയിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവളെ ഫ്രണ്ട്സിനോടൊക്കെ തന്നെ ഒരു ടാറ്റയൊക്കെ കൊടുത്തു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക, കുറേ കൂട്ടുകാരുണ്ട് അവർക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ എന്നിട്ട് അടുത്ത കുട്ടിയെ അവർ കയറ്റുകയാണ്. സ്വാഭാവികമായിട്ടും അവളുടെ കൂട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഓ, നീ എന്ത് ഗംഭീരത്തിലാണ് കയറിയത്, എന്നിട്ടിപ്പോൾ എന്തായി എന്നൊക്കെ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഉണ്ണിക്കണ്ണന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ആ പ്രായത്തിൽ പ്രാർത്ഥിക്കാനൊന്നും അത്ര അറിയുണ്ടായിരുന്നില്ല, ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ മനസ്സിൽ സങ്കടം ഉണ്ടായിരുന്നു. ഭഗവാൻ ആ സങ്കടം കാണാതിരിക്കുമോ? അത്ഭുതം എന്ന് പറയട്ടെ, ഇവർ നേരത്തെ ഒരുക്കി ചമഞ്ഞു കൊണ്ടുവന്ന ആ കുഞ്ഞുണ്ടല്ലോ, ആ സ്റ്റിൽ മോഡലിൽ കയറാൻ തന്നെ കൂട്ടാക്കിയില്ല. അവൾ ആർക്കാൻ തുടങ്ങി, ഞാനിതിൽ കയറില്ല,
ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ആ കുട്ടി ആർക്കാൻ തുടങ്ങി. അവർ ഒരുക്കി നിർത്തിയിട്ട് അവസാനം ഈ കുട്ടി കയറുന്നില്ല. അവസാനം ഒടുവിൽ ഇവരിറക്കി വിട്ട കുട്ടിയെ തന്നെ ആ സ്റ്റിൽ മോഡലിൽ കയറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം പിന്നീടാണ് ഭഗവാന്റെ ആ കാരുണ്യം ആ കുഞ്ഞ് തിരിച്ചറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഭഗവാനോട് ഒന്നിനും വേണ്ടി അപേക്ഷിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമില്ല. ആ നിഷ്കളങ്കമായ മനസ്സിൽ ചെറിയൊരു ആവശ്യം ഭഗവാൻ അറിഞ്ഞു ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ആ നാട്ടിലെ അങ്ങാടിയിലൂടെയും ടൗണിലൂടെയൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നെഞ്ചും വിരിച്ച് ഉണ്ണിക്കണ്ണനായിട്ട് ഓടക്കോയിലും പിടിച്ച് അങ്ങനെ താമര കണ്ണനായിട്ട് ഇങ്ങനെ നിന്നു. അവളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ സന്തോഷത്തോടെ അവളുടെ ആ ഒരു ആഗ്രഹം സാധിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് സമയമാകുമ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാം ഈശ്വരൻ നടത്തി തരുന്നുള്ളതിന് ഉദാഹരണമാണിത്. നമ്മുടെ നിഷ്കളങ്കമായ മനസ്സ് മാത്രം ഭഗവാന് സമർപ്പിച്ചാൽ മതി. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഭഗവാന്റെ ഭക്തർക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. എന്ത് തന്നെ സംഭവിച്ചാലും ഭഗവാനെ, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല, നീ എന്നെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അങ്ങ് ചേർത്ത് പിടിച്ച് ഹൃദയത്തിൽ വെച്ചോളൂ. ഭഗവാൻ നിങ്ങളെ വിട്ട് ഒരിക്കലും പോവില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ചില പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ശക്തി, മനക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. തീർച്ചയായ കാര്യമാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.